മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയാണ് വീണ്ടും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി എക്സാലോജിക് പണം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതാണ്. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് 3 വർഷത്തിനിടെയാണ് 1.72 കോടി രൂപ കൈപ്പറ്റിയത്. ഈ പണം നൽകിയത് വീണയ്ക്ക് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ന്യൂഡൽഹി ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പലതും നമ്മൾ കണ്ടു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധങ്ങൾ. ആരോപണമുയർന്ന കമ്പനി എക്സാലോജിക്കോ വീണയോ ഇതിൽ ഒരു മറുപടിയും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിരോധിക്കാൻ പാർട്ടി മുന്നിട്ടിറങ്ങി. പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് രംഗത്ത് വന്നു. പിന്നെ ചർച്ച വീണ GST അടച്ചോ എന്നതായിരുന്നു. കമ്പനി സർവീസ് എന്ന് കാണിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം വരെ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതിനെല്ലാം അവസാനമാണ് വീണയ്ക്കെതിരെ കേന്ദ്ര അന്വേഷണം വന്നത്. അന്വേഷിക്കാൻ 3 അംഗ സംഘം 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം. ഈ അന്വേഷണത്തിന് ആധാരമായ ബംഗളൂരു ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. വീണയുടെ കമ്പനിക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് വീണയുടെ ഭാഗം കേൾക്കാതെയാണ് ഈ ഉത്തരവെന്നാണ്. സേവനം ലഭ്യമാക്കിയില്ല എന്ന് CMRL കമ്പനിക്ക് പരാതിയില്ല. പരിശോധനയുടെ ഭാഗമായി ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പിന്നീട് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സേവനം ലഭ്യമാക്കിയ കമ്പനിയുടെ ഭാഗം കേൾക്കാതെയും അവർക്ക് ആരോപണം ഉന്നയിക്കാൻ അടിസ്ഥാനമാക്കുന്ന പിൻവലിക്കപ്പെട്ട സത്യപ്രസ്താവനയുടെ പകർപ്പ് നൽകാതെയും ആരോപണം ഉന്നയിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ചിലരുടെ കാര്യത്തിൽ പറയുന്ന വേട്ടയാടലിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ്. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി പൊതുരംഗത്തില്ലാത്ത ഒരു സംരംഭകയുടെ പേര് വലിച്ചിഴച്ചുകൊണ്ട് തുടരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങളുടെ ഒരാവർത്തനം കൂടിയാണ് ബഹുമാനപ്പെട്ട അംഗം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം. അതായത് അന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിറക്കുന്നതിന് മുൻപ് വീണയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നില്ല എന്നാണ്. അത് ശരിയാണ്. പക്ഷേ വിവരങ്ങൾ തേടിയിരുന്നു എന്ന് മാത്രമല്ല, വ്യക്തമായ രേഖകളൊന്നും ഹാജരാക്കാൻ വീണയുടെ കമ്പനിക്ക് ആയില്ല എന്നാണ് ROCയുടെ റിപ്പോർട്ട്. CMRL നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്ന് ROC റിപ്പോർട്ടിലുണ്ട്. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL കമ്പനി പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ അത് കഴിഞ്ഞോ CMRLോ എക്സാലോജിക്കോ നടത്തിയ ഇടപാടുകൾക്ക് ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ല. എന്തിന് കരാർ പോലും ഹാജരാക്കിയിട്ടില്ല. കിട്ടിയ പണത്തിന്, അതായത് 3 വർഷത്തിനിടെ കൈപ്പറ്റിയ 1.72 കോടി രൂപയ്ക്ക് GST അടച്ചു. ഇത് മാത്രമാണ് എക്സാലോജിക് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആ പണം എന്തിനാണ് കൈപ്പറ്റി എന്നതിന് ഒരു രേഖയുമില്ല. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി കാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ 447, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സെക്ഷൻ 448ഉം 447ഉം തടവും പിഴശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണ്. സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് CMRL. മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം. എന്നാൽ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിട്ടില്ല. ഇത് കമ്പനി നിയമം 188ന്റെ ലംഘനമാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദമായ അന്വേഷണം വേണം എന്നാണ് ROCയുടെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല വസ്തുതയെന്ന് വ്യക്തം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും അഴിമതി നിരോധന നിയമവും ബാധകമാണ്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കേണ്ട കുറ്റം. നമുക്ക് വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC കണ്ടെത്തൽ എന്ന് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ കണ്ടെത്തൽ, അതായത് കമ്പനി നിയമത്തിന്റെ 455 വകുപ്പ് അനുസരിച്ച് നിഷ്ക്രിയ സ്ഥാപനമെന്ന പദവിക്കായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ
തെറ്റായ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് സ്ഥിരീകരിച്ച് ഒപ്പുവെച്ച അധികാരി കൂടിയായ ഡയറക്ടർക്കെതിരെ കമ്പനി നിയമത്തിന്റെ 447, 448, 449 വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. ഇനി രണ്ടാമത്തേത്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന ബന്ധപ്പെട്ട കക്ഷിയുമായി നടത്തിയ ഇടപാടുകൾ വെളിപ്പെടുത്താതിരുന്നതിനാൽ കമ്പനി നിയമത്തിലെ 188 വകുപ്പ് പ്രകാരമുള്ള വീഴ്ചയുണ്ട്. 3, നിഷ്ക്രിയ സ്ഥാപനങ്ങൾ കമ്പനി നിയമത്തിലെ 455 വകുപ്പ് പ്രകാരം വാർഷികമായി സമർപ്പിക്കേണ്ട രേഖകൾ സമർപ്പിക്കാത്തതിൽ വീഴ്ചയുണ്ട്. 4, ഓഡിറ്ററുടെ ഒപ്പില്ലാതെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിൽ കമ്പനി നിയമത്തിന്റെ 136 വകുപ്പിന്റെ ലംഘനമുണ്ട്. 5, CMRLുമായി കമ്പനിയും ഡയറക്ടറും നടത്തിയ ചില ഇടപാടുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ കമ്പനി നിയമത്തിലെ 447, 448 വകുപ്പുകളുടെ ലംഘനമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുകയും അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേരുമുണ്ട്. CMRLുമായി എക്സാലോജിക്കിനുള്ളത് തൽപര കക്ഷി ഇടപാടെന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. KSIDCക്ക് ഓഹരിയുള്ള കമ്പനിയാണ് CMRL. ഇത് വെളിപ്പെടുത്താത്തത് നിയമലംഘനമാണെന്നും ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ആദ്യം ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ അതിൽ അന്ന് പാർട്ടി പറഞ്ഞത് ഒന്നും ഒളിക്കാനില്ല, എല്ലാ രേഖകളും ഹാജരാക്കിയെന്നാണ്. നോക്കിയപ്പോൾ ROC റിപ്പോർട്ട് വരുമ്പോൾ എന്തെല്ലാം ക്രമക്കേടുകളുണ്ട്, എന്തിന് തൽപര കക്ഷി ഇടപാട് നടന്നു എന്നിവരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എങ്ങനെ പാർട്ടി പ്രതിരോധിക്കും? മുഖ്യമന്ത്രിയുടെ പേര് പോലും ആ റിപ്പോർട്ടിൽ ഇങ്ങനെ ആദ്യമായി പരാമർശിക്കപ്പെടുമ്പോൾ ഈ വിവാദം തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ആദ്യമായി മുഖ്യമന്ത്രിയുടെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തയും അതുതന്നെ. ഈ ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യമടക്കം പരാമർശിച്ചുകൊണ്ട് ആണ് ഈ കാര്യം പറഞ്ഞു വെക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന CMRL കമ്പനിയിൽ പ്രത്യക്ഷമല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണ അധികാരമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഡയറക്ട്ലി എക്സസൈസ് കൺട്രോൾ ഓവർ KSIDC ആൻഡ് ഇൻഡയറക്ട്ലി ഓവർ CMRL. ഇതാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്ന പരാമർശം. ഇത് വലിയ തോതിൽ മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങളെല്ലാം തെറ്റ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ CMRLും അതോടൊപ്പം എക്സാലോജിക്ക്, വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള ഇടപാടിൽ വലിയ തോതിലുള്ള ദുരൂഹത, അതിൽ അടിമുടി ദുരൂഹത എന്ന് തന്നെ പറയാൻ പരുവത്തിലുള്ള വിവരങ്ങളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഇത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കും. നാളെ എങ്ങനെ ഈ വിഷയത്തിന് മറുപടി പറയും എന്നുള്ളതാണ്. ഇതിൽ പറയാൻ ഇടയുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ KSIDCക്ക് സർക്കാരിലുള്ള സ്വാധീനം, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിയന്ത്രണം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഈ കാര്യത്തിൽ വിശദീകരണമായി. ഈ CMRLിലുള്ള സ്വാധീനം എന്നുള്ളതായിരിക്കും അവർ പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് വിശദീകരണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഏത് അന്വേഷണവും വരട്ടെ എന്ന് CPM നേതാക്കൾ ഇന്നും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മറുപടി തരാത്ത CPM നേതാക്കൾ മറുപടി തരാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിങ്ങനെ നിൽക്കുകയാണ്. പ്രതിപക്ഷമാണെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. CBI അല്ലെങ്കിൽ ED ഈ രണ്ട് ഏതെങ്കിലും ഏജൻസികൾക്ക് ഇതിൻ്റെ തുടരന്വേഷണം നടത്താം എന്നുള്ളൊരു കാര്യം കൂടി ROC റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറയുന്ന കുറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 447, 48 ഇത് രണ്ടും ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അത് എന്ന് പറയുന്നത് പിഴയൊടുക്കിയാൽ തീരുന്ന പ്രശ്നമല്ല, ആളെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായി തടവ് ഉൾപ്പെടെയുള്ള വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി പറഞ്ഞാണ് ഈ റിപ്പോർട്ടിൽ പോകുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും. സർക്കാർ എന്തായാലും ഈ ഒരു വിവരം കൂടി പുറത്തേക്ക് വരുമ്പോൾ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാര്യം ശരി. അമൽ, വീണയെ സംരക്ഷിക്കാനായി CPM ഉന്നയിച്ചിരുന്ന വാദങ്ങൾ തെറ്റെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പുതിയ രേഖകൾ. പാർട്ടി പ്രതിരോധത്തിലായിട്ടും രാഷ്ട്രീയ പകപോക്കലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. EDയും CBIയും അന്വേഷണത്തിന് വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ഒരു പടി കൂടി കടന്ന് ROC റിപ്പോർട്ടിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുകയാണ് AK ബാലൻ. അഴിമതി നടന്നിട്ടില്ല എന്നും കേസിൽ വീണയ്ക്കോ മുഖ്യമന്ത്രിക്കോ ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ല എന്നും AK ബാലൻ. നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ
വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല. എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല. ഇതിൽ ഞങ്ങൾ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ധാനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിൽ വന്നു എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ആർക്കെതിരായിട്ടാണ് ഒരു പരാമർശം നടത്തുന്നത് ആ വ്യക്തിയെ കേൾക്കണം. അതാണ് നാച്ചുറൽ ജസ്റ്റിസ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡുണ്ടല്ലോ, റിപ്പോർട്ടിലുണ്ടാകില്ലെന്ന്. റിപ്പോർട്ടിൽ അങ്ങനെ പലതും വന്നിട്ടില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഇത് മികച്ച അവസരമാണ്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ കോൺഗ്രസിന് ഒരു സംശയമുണ്ട്. കോഴി ആരോപണത്തിൽ അന്വേഷണം തടസ്സപ്പെടാൻ കാരണം CPM സംഘപരിവാർ ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നു. വിവാദം ഒത്തുതീർപ്പാകുമോ എന്നും സംശയമുണ്ട്. രേഖകൾ നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാദം അത് പച്ചക്കള്ളമാണ്. ചെയ്ത കുറ്റം കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും പരിധിയിൽ വരുമെന്ന് പറയുന്നു VD സതീശൻ. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ്. നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസ്, സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴ കേസ്, ഇതിലെല്ലാം ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ EDയുടെ അന്വേഷണത്തിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ്. ഇവർ തമ്മിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് കോടതിയുടെ ഇത്. അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും. നിയമപരമായ ഒരു പഠനവും കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയാം.